Hi everyone, welcome to Cuisine 1973. ഇന്നത്തെ സ്പെഷ്യൽ പപ്പായ ജാമാണ്. നമുക്ക് ജാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു നല്ല പഴുത്തൊരു പപ്പായ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിൽ സ്കൂപ്പ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 600 ഗ്രാംസ് വരും ഇത് പപ്പായ. പിന്നെ ഒരു 1/2 തൊട്ട് 3/4 കപ്പോളം പഞ്ചസാര, ഒരു നാരങ്ങ. ഇത് നമുക്ക് പ്യൂരി ആക്കാം. മിക്സിയിൽ നന്നായിട്ട് അടിച്ച് അതിൻ്റെ ഒരു ചങ്ക്സ് ഒന്നും ഉണ്ടാവാതെ നന്നായിട്ട് പ്യൂരി ആക്കണം. പിന്നെ നമുക്കിനി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. അതിനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് പ്യൂരി മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതിൽ വെള്ളം വറ്റുന്നത് വരെ ഒരു മീഡിയം ഹീറ്റ് മതി. അതിൽ വെച്ച് ഇങ്ങനെ കുറുക്കിയെടുക്കുക. ഇത് നല്ല മധുരമുള്ള ഒരു പപ്പായയാണ്. അതുകൊണ്ട് എനിക്ക് പാകത്തിന് കുറച്ച് പഞ്ചസാര ചേർക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ മധുരം നോക്കിയിട്ട് പഞ്ചസാര ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാനൊരു ഏകദേശം 1/2 കപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. നല്ല മധുരമുള്ള പപ്പായയാണ്. അത് കാരണം ആവശ്യത്തിന് മധുരമുണ്ട്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. പഞ്ചസാര അലിഞ്ഞ് വരുമ്പോൾ അതിൽ കുറച്ചുകൂടെ വെള്ളമാവും. അപ്പോൾ നല്ല കുറുക്കിയെടുക്കണം. കുറച്ച് നല്ല ക്ഷമയോടെ നിന്ന് കുറുക്കേണ്ടി വരും. മീഡിയം ഫ്ലെയിമേ എപ്പോഴും വയ്ക്കാവുള്ളൂ, തീ കൂട്ടരുത്. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയി. അപ്പോഴത്തേക്കും കുറച്ച് വറ്റി ഈ കളർ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറേ നേരം നന്നായിട്ട് കുറുക്കാനുണ്ട്. ഇങ്ങനെ തെളിച്ച് നോക്കുക. വഴി വെട്ടുന്ന പോലെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവുന്നതിൻ്റേത്. ഇതിപ്പോൾ ഇനി ആയിട്ടില്ല, കുറച്ചുകൂടെ നന്നായിട്ട് കുറുകണം. ഇപ്പോൾ കുറച്ച് നല്ല വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി വീണ്ടും ഒരു 15 മിനിറ്റ്സ് ആയതിനു ശേഷമുള്ളതാണിത്. ഇത് അലുവയുടെ പോലെ പാൻ വിട്ട് വരണം എന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് 1/2 ലെമൺ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 1/2 ലെമണിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. കാരണം ഇത് ജാമിൽ എല്ലാവരും ചേർക്കുന്ന ഒരു പെക്റ്റിനും സിട്രിക് ആസിഡുമാണ് അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നത്. പെക്റ്റിൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇവിടെ അത് ജെല്ലി ഫോമിലാക്കാനേ ഉപയോഗിക്കുള്ളൂ. സിട്രിക് ആസിഡിന് പകരമാണ് നമ്മളിവിടെ നാരങ്ങ ചേർക്കുന്നത്. നന്നായിട്ട് ഇതായിപ്പം കുറുകി വന്നിട്ടുണ്ട് ജാമിൻ്റെ രൂപത്തിൽ. ഇത് ഒട്ടും കേടാവില്ല. പുറത്ത് തന്നെ നമുക്ക് കുപ്പിയിൽ വച്ചേക്കാം. നാരങ്ങ ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം നല്ല ലോ ആക്കണം കേട്ടോ. ഇപ്പോൾ പപ്പായ ജാം റെഡിയായി. 500 ഗ്രാംസിൻ്റെ അളവ് വരുന്ന ബോട്ടിൽ തന്നെയാണ് ആക്കിയിരിക്കുന്നത്. അത് നിറയെ വന്നിട്ടുണ്ട് ജാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.